രാവിലെ തന്നെ ഞാനും മൈത്രിമോളോടി എൻ്റെ വീട്ടിലോട്ട് വന്നേക്കാം കേട്ടോ. അവിടെ സിസ്റ്ററും കുഞ്ഞാവയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. വന്നു കഴിഞ്ഞപ്പോൾ മുതൽ ഇതാട്ടോ രണ്ടുപേരുടെയും കളി. രണ്ടുപേരും കണ്ടു കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര സ്നേഹമാണ്. എന്നാൽ കുറച്ച് കഴിയുമ്പോൾ അടിയും ബഹളം തുടങ്ങും. ഇന്ന് എൻ്റെ ബ്രദർ അബ്രോഡ് പോവാണ്, റഷ്യയിൽ. അപ്പോൾ അങ്ങോട്ടൊന്ന് പോകണം. അതിനൊക്കെ കണക്കാക്കിയിട്ടാട്ടോ ഞാൻ ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ കുറച്ചങ്ങോട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതാട്ടോ വീടിൻ്റെ അവസ്ഥ. രണ്ടുപേരും കൂടി ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. എന്തൊക്കെയോ വാരി അവിടെ എല്ലാം ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് സ്വന്തമായിട്ട് അതെല്ലാം വാരി ദേഹത്തൊക്കെ പൊത്തുന്നുണ്ടായിരുന്നു. കുറച്ച് ഞങ്ങളുടെയും ദേഹത്തൊക്കെ വാരി ഇട്ട് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഭസ്മമായത്. അപ്പോൾ ഭസ്മത്തിൽ ചവിട്ടരുത് എന്നൊക്കെ പറഞ്ഞിട്ട് അമ്മ വഴക്കൊക്കെ പറഞ്ഞ് മൊത്തം അപ്പം തന്നെ തുടച്ച് മാറ്റി എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി ബ്രദറിൻ്റെ അടുത്തോട്ട് പോയി. അവിടെ കുറേ നേരം ഇരുന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇറങ്ങാനുള്ള ടൈമും കാര്യങ്ങളൊക്കെ ആയി. ആളുടെ ഫാമിലി ആട്ടോ അത്. മോളൊക്കെ നല്ല കരച്ചിലായിരുന്നു. പിന്നെ ആളിതാ ചാച്ചയൊക്കെ തന്ന് പോകുന്നുണ്ട്. ഹാപ്പി ആയിട്ട് പോകുന്ന പോലെ നമുക്ക് തോന്നുമെങ്കിലും കരച്ചിലും ബഹളവും വിഷമവും എല്ലാം കഴിഞ്ഞിട്ടാട്ടോ പോകുന്നത്. എല്ലാ സീനും അകത്ത് നടന്നിട്ടുണ്ടായിരുന്നു. എന്തായാലും പോയിട്ട് വരട്ടെ. പിന്നെ ഈ ഒരു പ്ലാന്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ. ഇതിൻ്റെ കുറേ കളേഴ്സ് ഞാനിങ്ങനെ കളക്ട് ചെയ്തുകൊണ്ടിരിക്കുക. അതും അവിടുന്ന് പറിച്ചിട്ടുണ്ടായിരുന്നു. വരുന്ന വഴിക്ക് അനാഥമായിട്ടൊരു കണിക്കൊന്ന മരം നിൽപ്പുണ്ട് കേട്ടോ. എല്ലാവരും പൂവൊക്കെ പറിച്ചുകൊണ്ട് പോകുന്നുണ്ടായിരുന്നു. പിന്നെ കുറച്ച് നേരം ഞങ്ങളും അവിടെ നോക്കിക്കൊണ്ട് നിന്നായിരുന്നു കേട്ടോ. അതിന് ശേഷം ഞങ്ങൾ നേരെ വീട്ടിലോട്ട് നടന്നുകൊണ്ടിരിക്കുക. എനിക്കിനി കുറച്ച് കഴിയുമ്പോഴത്തേക്ക് തിരിച്ച് എൻ്റെ വീട്ടിലോട്ട് പോകണം. കുറച്ച് നേരം ഇവിടെ ഇരുന്നിട്ട് അങ്ങനെ നേരെ നമ്മളിതാ വീട്ടിലോട്ട് വന്നു. ഇവിടെ സൈഡിൽ ഇങ്ങനെ കടലാസ് പൂ പൂത്ത് നിൽപ്പുണ്ട് കേട്ടോ. ഭ്രാന്ത് പിടിച്ചല്ല ഇവിടെ പൂക്കുന്നത്. നല്ല ഭംഗിയാണ് നേരിട്ട് കാണാനായിട്ട്. പിന്നെ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ നേരെ വീട്ടിലേക്ക് കയറി.